بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. റിയായിൽ രണ്ട് ഫളീഹത്തും രണ്ട് മുസീബത്തും ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് ഫളീഹത്തിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ദുന്യാവിൽ രഹസ്യമായിട്ടുള്ള രണ്ട് ഫളീഹത്തും അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള ഒരു ഫളീഹത്തും നാളെ മഹ്ശറയിൽ പരസ്യമായിട്ടുള്ള ഒരു ഫളീഹത്തും. ഇനി മുസീബത്തിനെ കുറിച്ചാണ് പറയുന്നത്. വഅമ്മൽ മുസീബത്താനി, റിയായിലൂടെ ഉണ്ടാകുന്ന രണ്ട് മുസീബത്ത്. ഫയഹദാഹുമാ, അതിൽ ഒന്നാമത്തേത് ഫൗത്തുൽ ജന്ന, സ്വർഗം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാരിക മാ റുബിയ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഹദീസിന്റെ താല്പര്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം. ഇന്നൽ ജന്നത തകല്ലമത്, സ്വർഗം സംസാരിച്ചു. വഖാലത്ത്, അത് പറഞ്ഞു, അന ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുറാഇൻ, ഞാൻ ഹറാമാണ്, നിഷിദ്ധമാണ് ഓരോ ബഖീലിന്റെ മേലും ഓരോ മുറായിയുടെ മേലും. മുറായിക്ക് സ്വർഗം ഹറാമാണ്, ബഖീലിനും സ്വർഗം ഹറാമാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ബഖീൽ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. വൽ ഖബറു, ഈ ഹദീസ് യഹ്തമിലു മഅനയൈനി, രണ്ട് മാനയ്ക്ക് സാധ്യത ഉണ്ടാക്കും. രണ്ട് മാനയുണ്ട്. അഹദുമാ, ഒന്ന്, അന്ന ഹാദൽ ബഖീൽ, ഈ ബഖീൽ സാധാരണയുള്ള ബഖീലല്ല, മറിച്ച് മൻ ഒരുവനാണ്, യബ്ഖലു, അവൻ പിശുക്ക് കാണിക്കും, ബി അഹ്സനി ഖൗലിൻ, ഏറ്റവും നല്ല കൗല് കൊണ്ട് അവൻ പിശുക്ക് കാണിക്കും. ആ ഏറ്റവും നല്ല കൗല് പറയാൻ അവൻ കൂട്ടാക്കുകയില്ല. അവനെ പറ്റിയായി പറഞ്ഞ് വഹുവ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പരിശുദ്ധമായ വചനം പറയാൻ കൂട്ടാക്കാത്ത ബഖീൽ, അവൻ ഏതായാലും അവിശ്വാസി ആവുമല്ലോ. ഹാദൽ മുറായി, ഈ മുറായി റിയാകാരനാരാണ്? മൻ, ഒരാളാണ്, യുറായി, അവൻ ലോകമാന്യത കാണിക്കുന്നു, റിയാ കാണിക്കുന്നു, ബിഅക്ബഹി റിയാഇൻ, ഏറ്റവും നികൃഷ്ടമായ റിയാ. വഹുവദൽ മുനാഫിഖ്, അവൻ ഒരു മുനാഫിഖാൻ. അല്ലദീ യുറായി ബി ഈമാനി, അവൻ്റെ ഈമാനിൽ അവൻ റിയാ കാണിക്കുന്നു, തൗഹീദ്, അവൻ്റെ തൗഹീദിലും. അവനാണ് നരകം നിർബന്ധം, സ്വർഗം ഹറാമാകുന്നത്. സാധാരണയുള്ള മുറായി അല്ല. ഫി ഹാദൽ ഖൗലി തർജിയത്തുൻ, ഈ ഖൗലിലൊരു തർജിയത്തുണ്ട്, പിന്തിപ്പിക്കൽ. അതായത് ഈ ഖൗല് ഹറാമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ നിലയിലേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെ എത്താണ്ട് നോക്കിയാൽ മതി. അപ്പോൾ അതിലൊരു ആഗ്രഹിപ്പിക്കലുണ്ട്, ഒരു പിന്തിപ്പിക്കലുണ്ട്, തിന്മയിലേക്ക് അത് ഈ പറഞ്ഞ പിശുക്ക് പുരോഗമിച്ച് പരിശുദ്ധ കെലിമയെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാകാൻ പാടില്ല. റിയാഗ് വന്നിട്ട് അവസാനം മുനാഫിക്കിന്റെ വകുപ്പിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അതിന് മുമ്പുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ആഗ്രഹിപ്പിക്കലുണ്ട്, അവന് ഇനിയും ടൈമുണ്ടെന്ന് നേരെയാകാൻ. വൽ മാന സാനി, രണ്ടാമത്തെ മാന, അന്നമൻ, ഒരാളിൽ ലം യന്തഹി അനിൽ ബുഖിലി വ റിയായി, ബുഖിലിനെ തൊട്ടും റിയാവിനെ തൊട്ടും അവൻ പിന്മാറിയില്ല, അവൻ അതിനെ അവസാനിപ്പിച്ചില്ല. വലം യുറാഹി നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ പ്രത്യേകമായി ഈ വിഷയത്തിൽ പരിഗണിച്ചതുമില്ല എങ്കിൽ ഫഫീഹി ഖത്തറാനി, അതിൽ രണ്ട് അപകടം ഉണ്ട്. അഹദുമാ, ഒന്ന്, അൻ യൽഹഖഹു, അത് അവനോട് ചേരുക എന്നുള്ളതാണ്. ശുഉമു ദാലിക, ഇതിന്റെ ദുശകുനം. അങ്ങനെ പിന്നീട് ഫയഖഉ ഫിൽ കുഫ്രി, അവൻ കുഫറിൽ ചെന്ന് വീഴും. ഫതഫൂതുഹുൽ ജന്നത്തു റഅസൻ, സ്വർഗം അവന് മൊത്തമായി എന്താകും? ഫൗത്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. വൽ ഇയാദു ബില്ലാഹ്, കിട്ടുകയില്ലാത്ത രൂപത്തിലേക്ക് ആയിപ്പോകും. വല്ലാഖറു, മറ്റൊരു ഖത്തർ, സൽബുൽ ഈമാനി, ഈമാൻ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്, ഈമാൻ ഊരിയെടുക്കുക. അല്ലദീ യസ്തഹിഖു ബിഹിൻ നാറ, ആ ഈമാന്റെ സൽബിലൂടെ എന്താ ഉണ്ടാകുന്നത്? നരകത്തിനെ അവൻ അർഹമാക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നഊദു ബില്ലാഹി മിൻ സുഖ്തിഹി വ ശദീദി ഗളബിഹി. വൽ മുസീബത്തു സാനിയത്തു, രണ്ടാമത്തെ മുസീബത്ത് ദുഖൂലുൻ നാരി, ഒന്നാമത്തെ സ്വർഗ്ഗ ഹറാമാകുക എന്നുള്ളത്, രണ്ടാമത്തെ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. വദാലിക, അത് ഈ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്,
അത് ലിമാ റവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന് വേണ്ടിയാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. എന്താണ് ഹദീസ്? അവ്വലു മൻ യുദ്ആ യൗമൽ ഖിയാമത്തി, ഖിയാമത്തിൽ വിളിക്കപ്പെടുന്നവരിൽ ആദ്യത്തെ, ഹിസാബിന് വേണ്ടി വിളിക്കപ്പെടുന്നവരിൽ, ക്ഷണിക്കപ്പെടുന്നവരിൽ, നരകത്തിലേക്ക് ഇടാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്നവരിൽ ആദ്യത്തെ ആൾ റജുലിൻ, ഒരു മനുഷ്യനാണ്. ഖദ് ജമഅൽ ഖുർആൻ, അവൻ ഖുർആൻ മനനം ചെയ്തു, ഖുർആൻ മനപ്പാടമാക്കി, ഖുർആന്റെ ഇൽമ അവൻ ശേഖരിച്ചു. വറജുലിൻ, ഒരാളുമാണ് ഖദ് ഖാതല ഫീ സബീലില്ലാഹ്, അയാൾ അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്തു. വറജുലിൻ, ഒരാളുമാണ് കസീറുൽ മാലി, സമ്പന്നനായ ഒരാളുമാണ്. ഫയഖൂലുല്ലാഹു തആല ലിൽ ഖാരി, അപ്പോൾ ഈ ഖാരിഇനോട് അല്ലാഹു തആല പറയും, ഖാരിഇനോട് അല്ലാഹു തആല ചോദിക്കും, അലം ഉഅല്ലിംക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ, മാ അൻസൽതു അലാ റസൂലി, എൻ്റെ റസൂലിൻ്റെ മേൽ ഇറക്കിയതിനെ. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഫയഖൂൽ, അവൻ പറയും, ബലാ യാ റബ്ബി, അതേ റബ്ബേ, നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫയഖൂൽ, യജമാനൻ ചോദിക്കും, മാതാ അമിൽത, നീ എന്താണ് അമൽ ചെയ്തത്, ഫീമാ അലിന്ത, നീ അറിഞ്ഞതിൽ. ഫയഖൂൽ, യാ റബ്ബി ഖുംതു ബിഹി, ഞാൻ അതുമായിട്ട് പിന്നെ കഴിഞ്ഞുകൂടി നിന്ന് നിസ്കരിച്ചു. ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, രാത്രിയുടെ പല ഭാഗങ്ങളിലും പകലിൻ്റെ തറഫുകളിലും രണ്ടറ്റങ്ങളിലും പിന്നെ രാത്രിയുടെ ഭാഗങ്ങളിലുമെല്ലാം ഞാൻ നിന്ന് നിസ്കരിച്ചു. ഫയഖൂലുള്ള, അള്ളാഹ് പറയും, കദബത്ത, നീ കളവാ പറഞ്ഞു. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ തഖൂലുൽ മലായികത്തു, മലക്കുകൾ പറയും, കദബത്ത, നീ കളവ് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു, അള്ളാഹു തആല പറയും, ബൽ അറത്ത, നീ ഉദ്ദേശിച്ചത് അൻ യുഖാല, പറയപ്പെടാൻ വേണ്ടിയാണ്, ഫുലാനൻ ഖാരി, ഇന്നയാൾ നല്ല ഹാഫിളാണ്, നല്ല ഖാരി ആണ്, നല്ല സ്വരമാണ്. ഫഖദ് ഖീല ദാലിക, അത് പറയപ്പെട്ടു പോയി. വയുത്താബി സാഹിബിൽ മാലി, സമ്പന്നനെ കൊണ്ടുവരപ്പെടും. ഫയഖൂലു, അള്ളാഹു ചോദിക്കും, അലം യുവസ്സിഉ അലൈക, നിന്റെ മേൽ ഞാൻ ബിശാരത ചെയ്തു തന്നില്ലേ, ഇഷ്ടംപോലെ കാശ് തന്നില്ലേ. ഹത്ത, എത്രത്തോളം, ലം അദഅക, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല, തഹ്താജ്, നീ ആവശ്യമാകുന്ന നിലയില്ല, അഹദിൻ, വേറൊരാളിലേക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ നിന്നെ ഞാൻ മിസ്കീനാക്കിയില്ലല്ലോ, ഫക്കീറാക്കിയില്ലല്ലോ. ഫയഖൂൽ, അള്ളാഹ് അവൻ പറയും, ബലാ യാ റബ്ബി, അതേ റബ്ബെ, നീ എന്നെ സാമ്പത്തികമായി സഹായിച്ചു, ഗുണം ചെയ്തു. ഫയഖൂലു, അള്ളാഹു ചോദിക്കും, ഫമാ അമിൽത ഫീമാ ആതൈതുക, ഞാൻ നിനക്ക് നൽകിയ ഒന്നിൽ നീ എന്താണ് അമൽ ചെയ്തത്. ഫയഖൂലു, അവൻ പറയും, കുന്തു, ഞാനായിരുന്നു, അസിലുർ റഹിമ, കുടുംബബന്ധം ചേർക്കുന്നവനായിരുന്നു, വഅതസദ്ദഖു, ഞാൻ സദഖ ചെയ്യുന്നവനായിരുന്നു. ഫയഖൂലുല്ലാഹു കദബത, ഫതഖൂലുൽ മലായികത്തു കദബത, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു, ബൽ, മറിച്ച്, അറത്ത, നീ ഉദ്ദേശിച്ചത് അൻ യുഖാല, പറയപ്പെടാനാണ്, ഇന്നക ജവാദു, നീ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാൻ. ഫഖദ് ഖീല ദാലിക, അതിനെ പറയപ്പെട്ട് കഴിഞ്ഞു. വയൂത്ത, കൊണ്ടുവരപ്പെടും, ബില്ലദീ ഖുതില ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ, ഷഹീദിനെ കൊണ്ടുവരപ്പെടും. ഫയഖൂലുല്ലാഹ്, അള്ളാഹു തആല അവനോട് ചോദിക്കും, മാ ഫഅൽത, നീ എന്താണ് ചെയ്തത്. ഫയഖൂലു, ഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടു, ബിൽ ജിഹാദി ഫീ സബീലിക, നിന്റെ വഴിയിൽ ജിഹാദ് കൊണ്ട്. ഫഖാതൽതു, ഞാൻ യുദ്ധം ചെയ്തു. ഹത്ത, അങ്ങനെ ഖുതിൽതു, ഞാൻ കൊല്ലപ്പെട്ടു. ഫയഖൂലുല്ലാഹു തആല കദബത വതഖൂലുൽ മലായികത്തു കദബത. ഫയഖൂലുല്ലാഹു, ബൽ, മറിച്ച്, അറത്ത, നീ ഉദ്ദേശിച്ചത് അൻ യുഖാല, പറയപ്പെടാനാണ്, ഫുലാനുൻ ജരീഉൻ, ഇന്നയാള് നല്ല ധീരനാണ്, അയാളുടെ യുദ്ധം കണ്ടാൽ മതി എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. ശുജാഉൻ, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. ജരീ, ഒന്നും നോക്കാണ്ട്, മുൻ പിൻ നോക്കാതെ എടുത്തിയാടുന്നവൻ, ശുജാ, ഉറച്ചു നിൽക്കുന്ന ധീരൻ. ഫഖദ് ഖീല, അത് പറയപ്പെട്ടു, ദാലിക, അതിനെ പറയപ്പെട്ടു. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ, പിന്നീട്, വറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു, ബിയദിഹി, അവിടുന്ന് കൈകൊണ്ട്, അലാ റുക്ബത്തി, എൻ്റെ മുട്ടിൽ. വഖാല, അവിടുന്ന് അരുളി, യാ അബാ ഹുറൈറ, ഉലൈക അവ്വലു ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യത്തെ ആളാണ്, ആദ്യത്തെ വിഭാഗമാണ്. യുസ്ഫറു ബിഹിം, അവരെ കൊണ്ട് കത്തിക്കപ്പെടും, നാറു ജഹന്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. യജമാനനായ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മേത്തിട്ട് വരുന്നു, അന്നഹു ഖാൽ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇന്നൻ നാറ വ അഹ്ലഹ, നിശ്ചയം നരകവും അതിൻ്റെ ആൾക്കാരും, യഉജ്ജൂന മിൻ അഹ്ലി റിയായി, അഹ്ലി റിയായിൽ നിന്നും അവർ അട്ടഹസിച്ച് കാവൽ ചോദിക്കും. ഇവർക്കുള്ള ശിക്ഷ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് നരകം തന്നെ പറയും, നരകവാസികളും പറയും. തീരെ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, കൈഫ, എങ്ങനെയാണ്, തഅജ്ജുൻ നാറു, തീന്ന്, നരകം തീയാണല്ലോ, അത് ശിക്ഷ തന്നെയാണ്, അതെന്തിനാണ്, അതെങ്ങനെയാണ് കാവൽ ചോദിച്ച് അട്ടഹസിക്കുന്നത്.
ഖാല മിൻ ഹരിൻ നാരില്ലത്തി യുഅദ്ദബൂന ബിഹാ, തീയുടെ ചൂടിൽ നിന്നുമാണ്. എങ്ങനത്തെ ചൂടാണ്? ആ ചൂട് കൊണ്ട് അവരെ ശിക്ഷിക്കപ്പെടും. ആ ചൂട് താങ്ങാൻ നരകത്തിൽ തന്നെ കഴിയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. യജമാനായ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഫീ ഹാദിഹിൽ ഫളാഇഹി, ഈ ഫളീഹത്തുകളിലുണ്ട്, ഈ പറഞ്ഞ മനുഷ്യനുണ്ടാകുന്ന മുസീബത്തുകൾ അതിലുണ്ട്. ഇബ്റത്തുൽ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവർക്ക് ഗുണപാഠമുണ്ട് ഈ പറഞ്ഞതിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയുൽ ഹിദായത്തി ബിഫളിഹി, അള്ളാഹു ഹിദായത്തിൻ്റെ വലിയാണ് അവൻ്റെ ഔദാര്യം കൊണ്ട്. നമുക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകട്ടെ. ഹിദായത്തിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ദീൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. യജമാനായ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കട്ടെ. അവൻ്റെ കൃപയുടെ തിരുനോട്ടം സാധുക്കളായ നമ്മിലേക്ക് ഉണ്ടാവട്ടെ. നമ്മളെ അള്ളാഹു തആല ശിക്ഷിക്കാതിരിക്കട്ടെ. നമ്മളെ അള്ളാഹു കാഫിറായി ചത്തുപോകാൻ ഇടവരുത്താതിരിക്കട്ടെ. പരിശുദ്ധ കലിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി വൃത്തികെട്ട നമുക്ക് അള്ളാഹു കൃപ ചെയ്യട്ടെ. ബിഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.